റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ അഹബ്ബ യുബസത ലഹു ഫി റിസ്ഖിഹി എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ്. ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടാൻ, അവന് ഭക്ഷണം കിട്ടാൻ, അവൻ്റെ ആയുസ്സിന് ദൈർഘ്യം കിട്ടാൻ ഫല്യസിൽ റഹ്മഹു, അവൻ്റെ കുടുംബത്തെ ചേർക്കട്ടെ എന്ന്. നിരവധിയായ ഹദീസുകൾ ഇത് നമ്മളോട് സംസാരിക്കുന്നു. ഹജ്ജത്തുൽ വദാഇൻ്റെ അന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബബന്ധം വിച്ഛേദിച്ച ആളുകൾ ഉണ്ടതിൽ അവരെ എഴുന്നേറ്റ് പോയി കുടുംബബന്ധം ചേർത്ത് വരട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാബിവര്യം പോയിട്ട് മുത്തമ്മാനോടുള്ള പണക്കമൊക്കെ തീർത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി ഞാനതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണപ്രകാരം കുടുംബത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സ്നേഹവും സമാധാനവും ശാന്തിയുമുള്ളൊരു ജീവിതം സാധ്യമാവുക എന്നുള്ളതാണ്. ഒറ്റക്കൊരു മനുഷ്യൻ അതെങ്ങനെയായാലും കരഗതമാക്കാൻ കഴിയില്ല. ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ ജീവിക്കുന്നു, അയാളുടെ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടാകും. നല്ല ആരോഗ്യമുള്ള സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വലിയ ആവേശം കാട്ടി ഒറ്റയ്ക്ക് ജീവിച്ച് ആരോഗ്യമൊക്കെ നശിച്ച് വൃദ്ധരാകുന്ന സമയത്ത് ഗംഭീരമായി പൊറുതികേട് അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല. ഒരു ആശ്വാസത്തിൻ്റെ വർത്തമാനം പറയാൻ പോലും ആരുമില്ലാത്ത ആ ഒരു ശൂന്യതയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ചുമച്ച് നട്ടപ്പാതിരക്ക് ഉണരുമ്പോൾ ചൂടുവെള്ളം വേണമെന്ന് ചോദിച്ച് അടുത്ത് വരാൻ ഒരു മോനോ മോളോ മരുവളോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവുണ്ടെങ്കിൽ, ആ സമയത്ത് ലഭ്യമാകുന്ന ആ ശാന്തതയെയും ആത്മവിശ്വാസത്തെയും കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒറ്റക്ക് ചുമച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ കഴിയാണ്ട് വരും, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും, യഥാസമയം ഔഷധം വേണ്ടി വരും, അത് ഓർമ്മപ്പെടുത്താൻ ആൾ കൂടെ വേണ്ടി വരും. ക്ഷീണം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഔഷധം യഥാസമയത്ത് ഉപയോഗിക്കാൻ ഓർമ്മപ്പെടുത്താൻ ഒരാളില്ലാതെ പോയാൽ ചിലപ്പോൾ ആ രോഗം തന്നെ മാരകമായിട്ട് മാറും. അപ്പം കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശാന്തതയ്ക്കും ആശ്വാസത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും സ്നേഹം നുകരാനും പകരാനും ഒക്കെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ